ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചങ്കൂറ്റം ആവശ്യമാണ്. ഈ ചങ്കൂറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളോട് അടിപിടി കൂടാന്നതിന് വേണ്ടിയിട്ടോ മറ്റുള്ള ആളുകളോട് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ല. ചങ്കൂറ്റം വേണ്ടത് നമ്മുടെ ഭയത്തെ ഉളവാക്കുന്ന, നമ്മുടെ തന്നെ ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വരുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ചലഞ്ചസും ജീവിതം നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് ഓടി ഒളിക്കാം, അല്ലെങ്കിൽ ആ ചലഞ്ചിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം. നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. അത് തീരുമാനിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരാളുടെയും സമ്മതം ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സമ്മതം മാത്രമാണ് ആവശ്യം. ഭയത്തെ നേരിടാൻ നിങ്ങൾ തയ്യാറാണോ? പലപ്പോഴും നോ, സാധ്യമല്ല എന്നാണ് മനസ്സ് പറയുക. എന്നാൽ നിങ്ങൾ മനസ്സിനോട് പറയേണ്ടത്, ഈ ഒരു ഭയത്തെ ഞാൻ നേരിട്ട് മുന്നേറി കഴിഞ്ഞാൽ ജീവിതത്തിൽ എനിക്ക് പുരോഗതിയാണ് ഉണ്ടാവുക. ഇത് എൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന അവസരമാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ അവസരത്തെ തള്ളിക്കളയാനോ ഇല്ലാതെയാക്കുവാനോ തയ്യാറല്ല എന്ന് നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് തയ്യാറെടുക്കും. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ചില അനുഭവങ്ങളുണ്ടാവും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ജോലിക്ക് വേണ്ടി ശ്രമിക്കുക, പ്രൊഫഷണൽ കരിയറിലെ ഗ്രോത്തിന് വേണ്ടി ശ്രമിക്കുക, പുതിയൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, ആളുകളുമായി സംസാരിക്കുക, സൊസൈറ്റിയിലേക്ക് ഇറങ്ങുക, മാർക്കറ്റിലേക്ക് ഇറങ്ങുക. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മുടെ ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, ആത്മവിശ്വാസത്തെ കെടുത്തിക്കളയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. മനസ്സിലാക്കുക, ആത്മവിശ്വാസത്തെ അത് കെടുത്തിക്കളയുകയല്ല. നിങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ കൂടിയിട്ടും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം പതിന്മടങ്ങായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആന്തരികമായിട്ട് നിങ്ങൾക്ക് വലിയ വളർച്ചയാണ് സംഭവിക്കുന്നത്. അപ്പോൾ പിറകോട്ട് തിരിഞ്ഞു നിൽക്കാതെ, പിറകിലിരിക്കാതെ, ഒളിച്ചോടാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാവുക. നിങ്ങളുടെ തന്നെ ശക്തിയെ വളരെ ഫോക്കസോടുകൂടെ മനസ്സിലും ശരീരത്തിലും നിറച്ച് നിങ്ങൾക്ക് വരുന്ന സിറ്റുവേഷനെ, സാഹചര്യത്തെ നേരിടാൻ തയ്യാറാവുക. ജീവിതത്തിൽ പുരോഗതി വേണം, വിജയം വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ആഗ്രഹം മനസ്സിൽ ആഗ്രഹിക്കുക എന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിന് ഉണ്ടാകുന്ന റിസ്കുകൾ, ചലഞ്ചുകൾ, ഇതിനെയൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് വിജയം സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഒളിച്ചോടാതിരിക്കുക. നമ്മളെല്ലാവരും ബേസിക്കലി നമുക്കൊക്കെ ഭയങ്ങളുണ്ട്. എന്നാൽ ഈ ഭയം ഉണ്ടെങ്കിൽ കൂടിയിട്ടും എൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, അത് എനിക്ക് നേടിയേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് വിജയിക്കുന്നത്. എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നത്. അത്തരത്തിലുള്ള ആളുകളാണ് ഭയമുളവാക്കുന്ന, അല്ലെങ്കിൽ അസ്വസ്ഥത ഉളവാക്കുന്ന, നെർവസ്നെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കൂടിയിട്ടും അവർ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരിക്കലും ഭയപ്പെടാതിരിക്കുക. ജീവിതത്തിൽ നമുക്ക് വരുന്ന പ്രതിസന്ധികളും മോശമായിട്ടുള്ള സാഹചര്യങ്ങളും ചലഞ്ചസും ഭയത്തെ ഉളവാക്കുന്ന, ആത്മവിശ്വാസത്തെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് വളരുന്നതിനുള്ള അവസരങ്ങൾ ജീവിതം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ അസ്വസ്ഥതയുണ്ടോ, എവിടെ ബുദ്ധിമുട്ടുണ്ടോ, എവിടെ റിസ്ക് ഉണ്ടോ, എവിടെ നമുക്ക് അല്പം ഭയം വരുന്നുണ്ടോ, അതൊക്കെ വളരാനുള്ള സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തയ്യാറാവുക. ഇത് മോട്ടിവേഷനായിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ലൈഫ് ഡിസിപ്ലിൻ റൂട്ടീനായിട്ട് നിങ്ങൾ കണക്കാക്കുക. സ്ഥിരമായിട്ട് ഒരല്പം ചലഞ്ചസ് നേരിടുന്ന കാര്യങ്ങൾ ചെയ്യുക. നാലാളോട് സംസാരിക്കുക, സമൂഹത്തിലേക്ക് ഇറങ്ങുക, ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകളോട് സംസാരിക്കുക, നിങ്ങളുടെ ഐഡിയാസ് ആളുകളുമായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങൾ നടപ്പിലാക്കുക. ആളുകളുടെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഒന്ന് പുഞ്ചിരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന സംരംഭങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ, അതൊക്കെ നടപ്പിലാക്കി തുടങ്ങുക. അല്പാൽപമായിട്ട് ചെയ്തു തുടങ്ങുക. ആളുകൾ എന്ത് ചിന്തിക്കും, പരാജയപ്പെടുമോ, ഇതാകെ പ്രശ്നമാവില്ലേ, വിമർശിക്കപ്പെടില്ലേ, ഇങ്ങനെ ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ നിറച്ചുകൊണ്ടേയിരിക്കും. മനസ്സ് മുഴുവൻ അസ്വസ്ഥതയും ഭയവുമാണ്. എന്നാൽ അതിലൂടെ നിങ്ങൾ കടന്നു പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ അസ്വസ്ഥതയും ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഓടി ഒളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. വെറുതെ എന്ന് നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന ആ സമയം നിങ്ങളൊരല്പം റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറായി പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് അനുഭവപ്പെടുക. എല്ലാവർക്കും കംഫേർട്ട് സോണിലിരിക്കാനാണ് താല്പര്യം. ഒരല്പസമയം അല്ലെങ്കിൽ മണിക്കൂറുകൾ മൊബൈൽ ഫോണിൻ്റെ മുമ്പിലിരിക്കാൻ, സിനിമ കാണുന്നതിന്, ഇതൊക്കെ സുഹൃത്തുക്കളുടെ കൂടെ കറങ്ങി, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യവുമാണ്. എന്നാൽ ഇതിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ, ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഒരു ആഗ്രഹമായി ഇരിക്കുകയും ലക്ഷ്യങ്ങളൊന്നും നേടാതെ പിന്നീട് കുറേ റിഗ്രറ്റുമായി, കുറ്റബോധമായി ജീവിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥ വരും.
അതുകൊണ്ട് ഈ റിഗ്രറ്റ്, ഭാവിയിലെ റിഗ്രറ്റ് ഒഴിവാക്കുന്നതിന് ഏറ്റവും നല്ലത് ഇപ്പോൾ നിങ്ങൾ തയ്യാറായി മുന്നോട്ട് പോവുക. ഇപ്പോൾ തീരുമാനിക്കുക, നടപ്പിലാക്കുക, കാര്യങ്ങൾ ആക്ഷൻ എടുക്കുക. നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ മനുഷ്യർക്ക് രണ്ട് ചിറകില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമുക്കെന്തും സാധ്യമാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, എന്ത് കാര്യങ്ങളും ചെയ്യാം, എന്ത് ജോലിയും നേടാം, എന്ത് തരത്തിലുള്ള വരുമാനങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാം, എന്ത് തരത്തിലുള്ള ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാം. എന്താണോ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ നമുക്ക് സാധ്യമാണ്. പക്ഷേ അതിന് മുമ്പിലുള്ള ആ ലക്ഷ്യത്തിൻ്റെ ഇടയിലും നിങ്ങൾക്കിടയിലുമുള്ള ബ്ലോക്കുകളെ നീക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ബ്ലോക്കുകൾ ചിലപ്പോൾ സാമ്പത്തിക ബ്ലോക്കുകളായിട്ട് വരാം. അങ്ങനെയെങ്കിൽ ആ സാമ്പത്തിക ബ്ലോക്കിനെ പരിഹരിക്കാൻ എൻ്റെ കഴിവ് ഉപയോഗിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അങ്ങനെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക, ചെറിയ ചെറിയ ആക്ഷൻ എടുത്ത് തുടങ്ങുക. അങ്ങനെ പുതിയൊരു സമ്പത്ത് സൃഷ്ടിക്കുന്ന റൂട്ടീൻ, ഹാബിറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ആരോഗ്യമാണ്, നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരു സിക്സ് പാക്ക് ബോഡിയാണ് നിങ്ങൾക്ക് ആഗ്രഹമെന്നുണ്ടെങ്കിൽ സാധ്യമാണ്. പക്ഷേ അതിനിടയിലുള്ള ബ്ലോക്കുകൾ എന്തൊക്കെയാണ്? ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ശരിയായിരിക്കില്ല, നിങ്ങളുടെ ഭക്ഷണശീലം ശരിയായിരിക്കില്ല, വ്യായാമം ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മടിയായിട്ടോ അലസതയായിട്ടോ ഒക്കെ ജീവിതത്തിൽ ബ്ലോക്കുകളായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ മടിയും അലസതയൊക്കെ അതിനൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിനെ റിമൂവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ആരോഗ്യശീലങ്ങളിലൊക്കെ മാറ്റം വന്ന് ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. അതുപോലെ വിദേശ രാജ്യത്തിലേക്ക് കുടിയേറുക, പുതിയൊരു ജോലി കണ്ടെത്തുക, പ്രൊഫഷണൽ ഗ്രോത്ത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ട കാര്യങ്ങൾ എന്താ നമുക്കറിയാം. പക്ഷേ ഇതിനൊക്കെ തടസ്സമായിട്ടിരിക്കുന്നത് ബ്ലോക്കുകളാണ്. ആ ബ്ലോക്കുകൾ തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയാണ്. പുറമേക്ക് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എന്താണ് എൻ്റെ ബ്ലോക്ക്? അപ്പോൾ ഈ ബ്ലോക്കുകൾ കൂടുതലും വലിയ ഭയമായിട്ട്, അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലാത്ത തോന്നലായിട്ട്, ചിന്തയായിട്ട്, നമ്മളെ തന്നെ പിടിച്ചു വലിക്കുന്ന ലിമിറ്റിംഗ് ബിലീഫുകളായിട്ടൊക്കെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനെ റിമൂവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. നമ്മുടെ ഒരുപാട് കോച്ചിങ് ക്ലാസ്സിലേക്ക് വരുന്ന ഒരുപാട് ക്ലയൻസ് എത്രയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവർ തന്നെ തിരിച്ചറിയുന്നു അത്ഭുതകരമായിട്ട് വന്ന മാറ്റങ്ങളൊക്കെ. അതിൻ്റെ കാരണം അവരുടെ ഉള്ളിലുള്ള ഈ ബ്ലോക്കുകൾ കണ്ടെത്തുകയും അത് ഇല്ലാതെയാക്കുവാൻ അവർ തീരുമാനിക്കുകയും അങ്ങനെ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തപ്പോൾ ജീവിതത്തിൽ അടിമുടി മാറ്റം സംഭവിച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്കും സാധ്യമാണ്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും തന്നെ ജീവിതത്തിൽ പുരോഗതി നേടണം, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നേടണം, ആരോഗ്യം സംരക്ഷിക്കണം, നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കണം, അങ്ങനെ മൊത്തത്തിൽ ജീവിതത്തിൽ സമാധാനവും അതോടൊപ്പം തന്നെ ഉയർച്ചയും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കോച്ചിങ് ക്ലാസ്സുകളിലേക്കൊക്കെ നിങ്ങൾ വരിക. നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതിൽ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഗൈഡൻസോടുകൂടെ, സപ്പോർട്ടോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. പലപ്പോഴും ആളുകൾ സംശയത്തോടാണ് നിൽക്കുന്നത്. അയ്യോ, ഇതൊക്കെ നടക്കുമോ, സാധിക്കുമോ, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. ഇങ്ങനെ അവർ ചിന്തിച്ച് കൂട്ടി ജീവിതം വർഷങ്ങൾ അവർ വേസ്റ്റാക്കി കളയുന്നു. ഇങ്ങനെ വേസ്റ്റാക്കി കളയേണ്ട വെറും ഒരു ജീവിതമല്ല നമ്മുടേത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതമാണ് മനുഷ്യ ജീവിതം. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാനും വളരെ സന്തോഷത്തോടു കൂടെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കുവാനുമുള്ള അർഹത നമുക്കുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. അത് ഉപയോഗപ്പെടുത്താത്തിടത്തോളം കാലം നമുക്ക് നമ്മുടെ ജീവിതം വലിയ ദുരിതവും പ്രശ്നങ്ങളാൽ നിറഞ്ഞതുമായിരിക്കും. അങ്ങനെ പ്രശ്നങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും അസ്വസ്ഥമായ ചിന്തകൾ കൊണ്ടും ഒക്കെ ജീവിച്ച് തള്ളി നീക്കി പോകാനുള്ളതാണ് നമ്മുടെ ഈ ജീവിതം, ഒരിക്കലുമല്ല. അതുകൊണ്ട് സന്തോഷത്തിലും സമാധാനത്തിലും വളരെ സ്വസ്ഥതയിലും എല്ലാ തരത്തിലുള്ള വളർച്ചയോടുകൂടെ ഉള്ള ജീവിതം, അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സമയം നമ്മൾ കുറേ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോൺ വെറുതെ ചുമ്മാ നോക്കിയിരിക്കുന്നുണ്ട്, കുറേ കറങ്ങി നടക്കുന്നുണ്ട്. അങ്ങനെ അസ്വസ്ഥമാകുന്ന കുറേ നമുക്ക് ആഗ്രഹമില്ലാത്ത പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സാധ്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിന് ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് തുലോം കുറവാണ്. ഇനി അഥവാ ചെയ്താൽ തന്നെ വളരെ സംശയത്തോടെ കൂടെ ആയിരിക്കും. ഇതൊക്കെ ശരിയാകുമോ, ഇതൊക്കെ നടക്കുമോ, ഇതൊന്നും ശരിയാവില്ല, ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ടാണ് പല ആളുകളും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നിങ്ങൾ സംശയത്തിലാണ് ജീവിതമെങ്കിൽ, കൺഫ്യൂഷനിലാണ് ജീവിതമെങ്കിൽ, ജീവിതം മൊത്തം സംശയവും കൺഫ്യൂഷനും നിറഞ്ഞതായിരിക്കും. അതിൽ നമുക്ക് പ്രത്യേകിച്ച് സന്തോഷകരമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യവും കണ്ടെത്തുവാൻ സാധ്യമല്ല. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം, ഒരു വിഷൻ ഉണ്ടായിരിക്കട്ടെ. ഒരു ലക്ഷ്യമുണ്ടായിരിക്കട്ടെ. വിഷൻ ഇല്ലാത്തവൻ ഒരിക്കലും ജീവിതം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള വിഷൻ വേണം, ലക്ഷ്യം വേണം. നമ്മുടെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് മനുഷ്യന്മാർ കണ്ണുകളുണ്ടെങ്കിൽ കൂടിയിട്ടും നമ്മൾ ബ്ലൈൻഡാണ്. പലതും നമുക്ക് കാണുവാൻ സാധ്യമല്ല. എന്തൊക്കെയോ മനസ്സിലൂടെയും ജീവിതത്തിലൂടെയും കടന്നു പോകുന്നു. അതിങ്ങനെ അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതിനെ കണ്ടെത്തി കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടെ, അതിനുവേണ്ട കൃത്യമായിട്ടുള്ള പ്ലാനുകൾ വെച്ച്, കൃത്യമായ ഗൈഡൻസോടുകൂടെ ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ആളുകൾ
ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് മാറ്റങ്ങൾ അനുഭവപ്പെടുന്നു. അവർ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് നടന്നെടുക്കുവാൻ അവർക്ക് സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കൊക്കെ സാധ്യമാണ്. എനിക്കും നിങ്ങൾക്കും ഒക്കെ സാധ്യമാണ്. അതിനു വേണ്ട ഒരല്പസമയം മാറ്റിവെക്കുക. അതിനുവേണ്ട ഒരല്പസമയം നമ്മൾ എഫേർട്ട് എടുക്കുക. ഇങ്ങനെ ഈ അല്പമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് അങ്ങനെ മാസങ്ങൾ കഴിയുമ്പോൾ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതും നമ്മൾ ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും നേടിയെടുക്കുന്നതുമൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവവേദ്യമാവും. ഇതൊരിക്കലും നമ്മളൊരു കഥ പറയുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ അനുഭവപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ ഇത് അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരല്പം പണിയെടുക്കാൻ തയ്യാറാവണം. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരീരം മൊത്തം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് അലസമായിട്ട് ഇരിക്കുന്നതും ഒരു തരം വർക്കാണ്. വെറുതെ ഇരിക്കുന്ന മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്നത് അതും ഒരു വർക്കാണ്. ജോലി സ്ഥലത്ത് പോകുന്നത് അതും വർക്കാണ്. ഈവൻ ഉറങ്ങുന്നത് തന്നെ ഒരു വർക്കാണ്. ഉറങ്ങുന്നത് പലപ്പോഴും ആളുകൾ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കാറില്ല. പല ചിന്തകളാണ് അവരുടെ മനസ്സിൽ ആ സമയത്തും. അപ്പോൾ 24 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ 24 മണിക്കൂറിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും സ്വസ്ഥത നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് അതിന് വേണ്ട കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടെ വർക്ക് ചെയ്യാൻ സാധ്യമാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ എനർജിയും സമയവും നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇതിനു വേണ്ടി നിങ്ങൾ സമയം മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും കുറ്റബോധമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ തീരുമാനിക്കുക ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന്.